ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മഹീസ് വേൾഡിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ചീരകൃഷിയെപ്പറ്റി കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനാണ്. അപ്പോൾ എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് കൂടി പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾക്കും നല്ല അടിപൊളിയായിട്ട് ചീരകൃഷിയൊക്കെ ഇനി വീട്ടിൽ ചെയ്യാം. അപ്പോൾ ഞാനിത് ഗ്രോ ബാഗിലാണ് ചീരയുടെ വിത്ത് പാവുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ തറയിൽ നല്ലപോലെ തടമൊക്കെ എടുത്ത് അതിലെ കല്ലൊക്കെ മാറ്റി നല്ലപോലെ മണ്ണൊക്കെ ഒന്ന് ഉരുക്കിയെടുക്കണം. അതിനുശേഷം നല്ലപോലെ ചാണകപ്പൊടിയും പിന്നെ കരിയില പൊടിഞ്ഞതുണ്ടെങ്കിൽ അതും കൂടെ വിതറിക്കൊടുക്കാം. എന്നിട്ട് നമ്മൾ ചീരയുടെ വിത്ത് പാവുന്നതിനോടൊപ്പം തന്നെ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം. അപ്പം ഉറുമ്പൊന്നും വിത്ത് എടുത്തുകൊണ്ട് പോവാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. അല്ലെങ്കിൽ നമുക്ക് പാകി കഴിഞ്ഞിട്ട് ഉറുമ്പൊടി ഇട്ടാലും മതി, ഉറുമ്പിൻ്റെ ശല്യം ഒരുപാടുള്ള സ്ഥലത്ത്. അപ്പം ഞാനിവിടെ മഞ്ഞൾപ്പൊടിയാണ് തൂകി കൊടുക്കുന്നത്. നമുക്ക് രണ്ട് രീതിയിൽ ചീര നടാനായിട്ട് സാധിക്കും. ഒന്നെങ്കിൽ ഒരു പാത്രത്തിലോ വല്ലതും നമ്മൾ ചീര പാവിയിട്ട് അത് പിന്നീട് നമ്മൾ നിശ്ചിത അകലം പാലിച്ച് മാറ്റി നടുക. അല്ലെങ്കിൽ നല്ലപോലെ തടമൊക്കെ ഒരുക്കി പാകി അവിടുന്ന് തന്നെ പറിച്ച് മാറ്റി നടാതെ വെള്ളവും വളവും എല്ലാം കൊടുത്ത് അങ്ങനെ കൃഷി ചെയ്യുന്ന രീതിയുണ്ട്. അങ്ങനെ പാകുന്ന സമയത്ത് ചീരയുടെ വിത്ത് എല്ലാ ഭാഗത്തേക്കും എത്താൻ വേണ്ടി നമ്മൾ അതിൻ്റെ അതിൽ പൊടിമണലും കൂടെ ചേർത്ത് കൊടുക്കും. അപ്പം നമ്മളിങ്ങനെ വിതറി കൊടുക്കുന്ന സമയത്ത് ചീരയുടെ വിത്തെല്ലാം കറക്റ്റായിട്ട് എല്ലാ ഭാഗത്തും തടത്തിലെല്ലാം വീണ് നല്ലപോലെ കിളിച്ച് വരും. അപ്പോൾ എനിക്കത് അത്രയ്ക്ക് അങ്ങോട്ട് വശമല്ലാത്തതുകൊണ്ട് ഞാൻ ചീരയുടെ തൈ ഒരു 2-3 ഇല പരുവാകുമ്പോഴേക്കും മാറ്റി നടുകയാണ് ചെയ്യാറുള്ളത്. അങ്ങനെ ചീരത്തൈ മാറ്റി നടുന്ന സമയത്ത് ഞാൻ നല്ലപോലെ മണ്ണൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കും. അതിനുശേഷം ചാണകപ്പൊടിയും പിന്നെ കരിയില പൊടിഞ്ഞതും എല്ലാം ചേർത്ത് എന്നിട്ടാണ് ചീരത്തൈ നടുന്നത്. അപ്പം നല്ലപോലെ തഴച്ച് വളർന്നു വരും. പിന്നെ എല്ലാ ദിവസവും പരമാവധി നമുക്ക് ഒരു നേരമെങ്കിലും നനച്ചു കൊടുക്കണം. 2 നേരം നനച്ചു കൊടുത്താൽ അത്രയും നല്ലത്. ഇപ്പോൾ ഇവിടെ വെള്ളത്തിൻ്റെയൊക്കെ കുറവ് കാരണം ഞാൻ ഒരു നേരം നനച്ചു കൊടുക്കാറുള്ളൂ. അപ്പോൾ നല്ലപോലെ നമുക്ക് ചീരയ്ക്ക് വെള്ളം ആവശ്യമായിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നല്ല ഇളക്കമുള്ള മണ്ണാണെങ്കിൽ വേരോട്ടം ഉണ്ടാവുകയും പെട്ടെന്ന് ചീര തളർത്ത് വളരുകയും ചെയ്യും. അപ്പോൾ ചീരയ്ക്ക് നമ്മൾ 2-3 വളങ്ങളൂടെ ചെയ്യാറുണ്ട്. ഇതിലേതെങ്കിലും ഒന്ന് ചെയ്താൽ മതി, 3 കൂടെ ചെയ്യേണ്ട ആവശ്യമില്ല. ഞാനിവിടെ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് ചാണകപ്പൊടിയാണ്. അതുപോലെ തന്നെ ചീരയ്ക്ക് നല്ല കളറും നല്ല വളർച്ചയും കിട്ടാനായിട്ട് ഗോമൂത്രം ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഗോമൂത്രം എത്ര ഗോമൂത്രം എടുക്കുന്നോ അതിൻ്റെ 10 ഇരട്ടി വെള്ളത്തിൽ കലർത്തി വേണം അതിൻ്റെ ഇലയിലും ചുവട്ടിലുമൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കാൻ. അപ്പം നല്ല കളറും നല്ല വളർച്ചയും കിട്ടും. ഒരിക്കൽ മാത്രം ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ചീരയ്ക്ക് ചാരം കൊണ്ടിടരുത്. ഇപ്പോൾ എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുകയാണ്, ഒരു 3-4 തവണ എനിക്ക് അറിയത്തില്ലായിരുന്നു ചീരയ്ക്ക് ചാരം കൊണ്ടിട്ട് പെട്ടെന്ന് നമ്മൾ കുഞ്ഞ് തൈ ആണെങ്കിലും നമ്മളിട്ട് ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ അത് അങ്ങ് കയറി പൂക്കും. അങ്ങനെ ആകുമ്പം പെട്ടെന്ന് പൂക്കുമ്പോൾ നമുക്ക് ചീരയ്ക്ക് ആ ഒരു കറക്റ്റ് ടേസ്റ്റും കിട്ടത്തില്ല, വിൽക്കാനും പറ്റത്തില്ല. അപ്പം നമ്മൾ ചാരം ഒഴിവാക്കണം കഴിവതും. അതുപോലെ തന്നെ നമുക്ക് ഇപ്പം പച്ചച്ചാണകമാണ് കിട്ടുന്നതെങ്കിൽ അത് നേരിട്ട് കൊണ്ട് ചീരയുടെ മൂട്ടിൽ ഇട്ട് കൊടുക്കാതിരിക്കുക. കാരണം ചീരയ്ക്ക് ചെറിയൊരു കയ്പ്പ് രസവും അതിൻ്റെ ടേസ്റ്റിൽ വ്യത്യാസവും വരും. നമ്മളിപ്പം ഒരു കോപ്പ ചാണകമാണ് നമ്മൾ എടുക്കുന്നെങ്കിൽ അതിൽ കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് അതിൻ്റെ മൂട്ടിലൊക്കെ നല്ലപോലെ ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോഴും നല്ല വിളവ് കിട്ടും. ഇനിയിപ്പോൾ നമുക്ക് ചാണകമോ അല്ലെങ്കിൽ ഗോമൂത്രമോ ഒന്നും കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല. കടയിൽ നിന്ന് നമ്മൾ കപ്പലണ്ടി പിണ്ണാക്ക് വാങ്ങിച്ച് ഇപ്പോൾ ഒരു പാത്രം കപ്പലണ്ടി പിണ്ണാക്ക് എടുക്കുവാണെങ്കിൽ അതിൽ ഒരു കോപ്പ കഞ്ഞിവെള്ളം കൂടെ ഒഴിച്ച് വെച്ച് നമ്മൾ ഒരു ദിവസം വെക്കുക. ഇപ്പോൾ ഇന്ന് വൈകുന്നേരം ചെയ്യുവാണെങ്കിൽ നാളെ രാവിലത്തേക്കിന് അത് നല്ലപോലെ കപ്പലണ്ടി പിണ്ണാക്കെല്ലാം പൊടിഞ്ഞ് കുതിർന്ന് വീർത്ത് വരും. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു 5 ഇരട്ടി വെള്ളം കൂടി ഒഴിച്ച് എന്നിട്ട് നമ്മളിങ്ങനെ അനക്കാതെ വെക്കണം. വെച്ച് കഴിയുമ്പോൾ അതിൻ്റെ അകത്തു നിന്ന് വരുന്ന തെളി ഊറ്റി എടുത്തിട്ട് നമുക്ക് ചീരയ്ക്ക് ഇതുപോലെ തന്നെ സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതിൻ്റെ ചുവട്ടിലും ഇലയിലുമൊക്കെ നല്ലപോലെ സ്പ്രേ ചെയ്ത് കൊടുത്താലും ചീരയ്ക്ക് നല്ല വളർച്ചയും നല്ല കളറും ഒക്കെ കിട്ടും. അപ്പം നിങ്ങൾക്ക് എൻ്റെ ഒരു വീഡിയോ ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എന്നെക്കാട്ടിലും നല്ലപോലെ ചീരകൃഷിയൊക്കെ ചെയ്യുന്നവർ ഉണ്ടെങ്കിൽ എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. അപ്പോൾ ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോസിനായിട്ട് നിങ്ങൾ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ മറ്റുള്ളവരിലേക്കൊക്കെ ഒന്ന് ഷെയറും കൂടെ ചെയ്ത് കൊടുക്കുക. അപ്പം ചീരയുടെയൊക്കെ വിത്ത് കിട്ടുന്ന സമയത്ത് നിങ്ങൾ ഇതുപോലെ നട്ട് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ എന്നെ അറിയിക്കണം. പിന്നെ നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ എന്തെങ്കിലും കാര്യങ്ങൾ അറിയാമെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് അറിയിക്കുക.
കൂടാതെ എൻ്റെ ഒരു 4-5 ടൈപ്പ് ചീരയുടെ വിത്തുകളൊക്കെ ആയി വരുന്നുണ്ട്. അപ്പം നിങ്ങൾ വേണ്ടവരാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിച്ചാൽ മതി, ഞാൻ അയച്ചു തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.